കോഴിക്കോട് ഫറൂഖിൽ ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയ യുവതിയും മകനും കഴിഞ്ഞ 9 ദിവസമായി കഴിയുന്നത് ഭർത്ത് വീടിന്റെ വരാന്തയിലാണ്. ഹസീനയ്ക്കും 9 വയസ്സുകാരനായ മകനുമാണ് ഈ ദുരവസ്ഥയുണ്ടായത്. 5 വർഷം മുൻപാണ് ഫറൂഖ് സ്വദേശി മുഹമ്മദ് ഫാസിൽ ഹസീനയെ തലാഖ് ചൊല്ലിയത്. നിയമ പോരാട്ടത്തിനൊടുവിൽ ഭർത്താവിനൊപ്പം ജീവിക്കാൻ കോടതി ഉത്തരവിട്ടെങ്കിലും മുഹമ്മദ് ഫാസിൽ വീട് പൂട്ടി മറ്റൊരിടത്തേക്ക് താമസം മാറ്റുകയായി. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് ഈ സംഭവം? ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ എന്താണ്? ഇത് സംബന്ധിച്ച കോടതി വിധി അതെങ്ങനെയാണ്? സജിത്ത്, കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഈ വീടിൻ്റെ വരാന്തയിലാണ് ഹസീനയും മകനും കഴിയുന്നത്. 9 വയസ്സുള്ള മകനാണ്. 2015 ഇവരുടെ വിവാഹം കഴിഞ്ഞത്. അതിന് ഏതാണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഭർത്താവും ഈ ഹസീനയുമായി തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും തലാഖ് ചൊല്ലുകയുമായിരുന്നു. എന്നാൽ ഈ വിവാഹമോചനത്തിൽ തനിക്ക് താല്പര്യമില്ല എന്ന് ഹസീന അന്ന് തന്നെ നിലപാടെടുത്തു. പിന്നീട് കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്നും ഒരു അനുകൂലമായ ഉത്തരവ് ലഭിച്ചു. അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ഹസീനയ്ക്ക് താമസിക്കാം എന്ന രീതിയിലൊരു അനുമതി ലഭിച്ചു. ഒപ്പം ഈ വിവാഹ സമയത്ത് ഏതാണ്ട് 42 പവനോളം സ്വർണ്ണാഭരണങ്ങളും പണവുമൊക്കെ നൽകിയിരുന്നു ഭർത്താവിന്. പക്ഷേ ആ പണവും ഈ സ്വർണ്ണാഭരണങ്ങളും ഒന്നും തരികയുമില്ല. തനിക്ക് ചെലവിനും തരാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെയാണ് ഹസീന കോടതിയെ സമീപിക്കുകയും ഈ കുടുംബത്തിൽ കഴിയാനുള്ള ഒരു അനുമതി ലഭിക്കുകയും ചെയ്തത്. പക്ഷേ ആ ഒരു ഉത്തരവുമായി ഈ വീട്ടിലെത്തിയെങ്കിലും ഹസീനയ്ക്ക് വീട്ടിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വീട് പൂട്ടി ഭർതൃപിതാവ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും നമുക്ക് ഫസീനയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ചോദിക്കാം. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ എത്ര ദിവസമായി? ഒരാഴ്ചയിലധികമായി എന്താണ് സംഭവിച്ചത്? ഭർത്താവ് അംഗീകരിക്കണില്ല, ഭാര്യയാണെന്ന് അംഗീകരിക്കണില്ല. ഭർത്താവ് പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയതാണ്, തലാക്ക് ചെല്ലിയതാണ്, എന്താണെന്നൊന്നും പറയണില്ല. ഭർത്താവിന് 50 പവൻ സ്വർണം കൊടുത്തിരുന്നു. അതിൽ 8 പവൻ സ്വർണം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഭർത്താവ് 42 പവൻ സ്വർണം എടുത്തുക്കണ്. അത് ഭർത്താവ് അതും തരുന്നില്ല, കാരണം പറയണില്ല. എനിക്ക് എന്നെ വേണ്ട, എന്നെ വേണ്ട. ഞാനിപ്പോൾ കോടതി ഉത്തരവോടാണ് വന്നത് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ. ഭർത്താവ് വാതിൽ തുറക്കണില്ല, ഭർത്താവ് ഒളിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ കളിയിലാണ് നിൽക്കുന്നത്. ഭർത്താവ് രംഗത്തേക്ക് കൊണ്ട് വരുന്നില്ല. ഭർത്താവിനോട് ഞങ്ങൾ വിളിക്കുന്നുണ്ട്, ഭർത്താവ് ആര് വിളിച്ചാലും രംഗത്തേക്ക് എത്തണില്ല. എനിക്ക് ഇതിനൊരു നീതി കിട്ടണം എന്നുള്ളതിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. മോൻ്റെ സ്കൂൾ മുടങ്ങുകയാണ്, മദ്രസ മുടങ്ങുകയാണ്. മോനാണെങ്കിൽ കെടുക്കാൻ കഴിയണില്ല. രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളത്തിന് ബുദ്ധിമുട്ട്, കറണ്ടിന് ബുദ്ധിമുട്ട്, ഇതൊക്കെ ഭയങ്കര ഒരു ഇതാണ്. അതൊക്കെ അവർ ബ്ലോക്ക് ആക്കിയിട്ടൊക്കെയാണ്. കറണ്ടൊക്കെ ഭയങ്കര ഇതിലാണ് നിൽക്കുന്നത്, പ്രയാസത്തിലാണ്. വന്ന് ഇവിടെ ഉണ്ടായിരുന്നു. വാതിൽ വന്നന്ന് ഞാൻ ഇവിടെ ഉണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ നിന്നിട്ടടി പുറത്തുനിന്ന് പറഞ്ഞാണ് വാതിൽ പൂട്ടിപ്പോയതാണ് ഉപ്പ. എന്നിട്ട് എന്താണ് ഈ വിവാഹം കഴിച്ചിട്ട് എത്ര വർഷമായി? തുടക്കം മുതൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ 3 കൊല്ലത്തോളം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. 2018 പെരുന്നാൾ കൂടാൻ പോയതാണ്. അന്ന് ആ ഭർത്താവ് പറഞ്ഞ് നല്ല രീതിയിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോരുക പറഞ്ഞ്. ആ ഒരാഴ്ച കഴിഞ്ഞ് പോകുന്നപ്പം ഭർത്താവ് വാതിലടച്ചിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ തന്നെയാണ് തുടർച്ചയായി കളിക്കുന്നത്. ഞങ്ങൾ എന്താ ഒന്നും പറഞ്ഞില്ല. അപ്പം ഭർത്താവ് മറ്റൊരു ഭാര്യൻ്റെയും കുട്ടീൻ്റെയും കൂടെ സുഖമായി കഴിയാണ്. നിങ്ങളോട് എന്തെങ്കിലും ശല്യമൊക്കെ ചെയ്യുമായിരുന്നോ? ഈ ഉപദ്രവമൊക്കെ ഉണ്ടായിരുന്നോ? ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇത് ഭയങ്കര ഒരു ഇതാണ്. ഭർത്താവ് പറയാം വിദ്യാഭ്യാസം നിറക്കുറവോ, അത് ഭയങ്കരമായിട്ട് ഭർത്താവ് പറയുന്നുണ്ട്. എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് നിറക്കുറവാണ്, 2 മൂത്തച്ഛകളും നിറമുണ്ട്, ഇജ് അതേമാതിരി അല്ല, ഇതൊക്കെയാണ് ഭർത്താവ് പറയുന്നത്. പിന്നെ വെച്ചാൽ വയസ്സ്, അതും ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ്. വയസ്സ് പറഞ്ഞാൽ എനിക്ക് 22ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. ഇവർക്കൊക്കെ താത്താർക്കൊക്കെ പറഞ്ഞാൽ 18 ഇവിടെ നിന്നാണ് തേഞ്ഞതെന്ന്. അതിപ്പോൾ എൻ്റെ ഒരു കുറ്റമല്ലല്ലോ. അപ്പോൾ അത് മോൻ്റെ കാര്യം പ്രശ്നം ഉണ്ടാക്കുകയാണ്. മോനെ പറഞ്ഞാൽ ബുദ്ധി ഇല്ലാന്ന്. ഇത് 1 വയസ്സാകാനായിട്ട് മുന്നേ എങ്ങനെ കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാകാമെന്ന് എനിക്കറിയില്ല. അത് എൻ്റെ ഉപ്പാനോട് പറയുക, എന്നോട് പറയുക, ഇതൊക്കെ നിങ്ങൾ കൊണ്ട് കാണിക്കുക കുട്ടീനെ. പിന്നെയെന്ന് വെച്ചാൽ ഒരു കുട്ടി ഓരതല്ല എന്നുള്ളൊരു ഉന്നയിക്കലും ഉണ്ടായിരുന്നു അവർ. അതും ഞങ്ങൾ പറയണ്ടേ, അതും അവർ അംഗീകരിക്കണില്ല.
മോനെ അവരെ കുട്ടിയാണെങ്കിൽ ഇപ്പോൾ അവരിങ്ങനെ ഇട്ട് കെടുത്തൂലല്ലോ, അവർ തിരിഞ്ഞ് നോക്കൂലേ. ഇത്രയും ദിവസമായി ആ കുട്ടി അവിടെ നിൽക്കണേ, എൻ്റെ കൂടി നിൽക്കൽ തുടങ്ങിയിട്ട്. ഈ തലാഖ് ചൊല്ലിയത് നിയമപരമാണോ? നിങ്ങൾ അറിയാതെയാണോ ഈ തലാഖ്? തലാഖ് ഞാൻ അറിയാതെയാണ് ചൊല്ലിയത്. അതിൽ തലാഖിൽ എഴുതിയത് എനിക്ക് അവരെ വേണ്ടാന്നാണ് എഴുതിയത്, അതുകൊണ്ട് ഒഴിവാക്കുകയാണ് കേട്ടോന്ന്. ഒന്നിക്കെ എനിക്ക് അവരെ വേണം, അവരെ കൂടെ ജീവിക്കാൻ. എല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ 42 പവന് സ്വർണം 90,000 രൂപ ഉണ്ട്, അത് എൻ്റെ കൈവരിക്ക് കിട്ടണം. എന്നാൽ ഞങ്ങൾ തയ്യാറാണ് പോകാൻ, ഒഴിഞ്ഞു പോകാൻ. എല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയും മോനും കൂടെ ജീവിക്കുക. അവർ രണ്ടിനും അംഗീകരിക്കണില്ല. അവർ ചെലവിന് കോടതി 7,000 ഉറുപ്പ്യ പാസ്സാക്കിക്കണേ, അതിൽ 5,000 തരുള്ളൂ എന്ന് എഴുതി കൊടുത്തിക്കണേ. എപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയാൽ കിട്ടി, അത്ര മാത്രം. 5,000 6,000 ഒക്കെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണം. വന്ന് തടിയാണ്, ആങ്ങളാർക്ക് ഇങ്ങോട്ട് ഭക്ഷണമായിട്ട് വരാൻ വയ്യ, ആങ്ങളാരെ തടിയാ, ഇങ്ങോട്ട് എന്തിനാണ് വരുന്നത് എന്ന് വെച്ചുകൊണ്ട്. പിന്നെ വെച്ചാൽ എൻ്റെ ഉപ്പാക്ക് 2 ബ്ലോക്ക് കഴിഞ്ഞൊരു മനുഷ്യനാണ് എൻ്റെ ഉപ്പ. ഉപ്പ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി വരുമ്പോൾ ഉപ്പാക്ക് ഭയങ്കര ഇടങ്ങാറാവുന്നുണ്ട്. അതുകൊണ്ടിപ്പോൾ ഞങ്ങൾക്ക് യാതൊരു ഇതും ഇല്ല ഇതിനിപ്പോൾ ഒരു ഇത്. സജിത്ത്, ഇതാണ് സാഹചര്യം. ഇത്തരത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഇവരുടെ ജീവിതം മാറിയിരിക്കുന്നത്. 42 പവൻ സ്വർണ്ണാഭരണങ്ങൾ, ആകെ 50 പവൻ്റെ സ്വർണ്ണാഭരണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 42 പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. അത് ലഭിക്കാതെ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇത്രയൊക്കെ സാഹചര്യത്തിലാണെങ്കിലും ഭർത്താവിനൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹമാണ് ഇപ്പോഴും ഇവർ പങ്കുവെക്കുന്നത്. കാരണം 9 വയസ്സുള്ളൊരു ആൺകുട്ടിയുണ്ട്, ആ കുട്ടിക്കൊരു പിതാവിൻ്റെ കൂടെ ജീവിക്കണമെന്ന ആഗ്രഹം തന്നെയാണുള്ളത്. എന്തായാലും വളരെ ശോചനീയമായ രീതിയിൽ ഈ വലിയ വീടിൻ്റെ വരാന്തയിലാണ് ഇവർ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കഴിയുന്നത്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു, ഒപ്പം കുടിവെള്ളം അടക്കമുള്ള സാഹചര്യം വിച്ഛേദിച്ചിരിക്കുന്ന അവസ്ഥ. ബന്ധുക്കളും അയൽവാസികളുമൊക്കെയാണ് അവർക്ക് ഭക്ഷണവും മറ്റു സാമഗ്രികളുമൊക്കെ എത്തിച്ച് നൽകിയിരിക്കുന്നത്. എന്തായാലും കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും അവർക്ക് ഇവിടേക്ക് കയറാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സജിത്ത്, അനീഷ, പെട്ടെന്ന് ഒരു കാര്യം കൂടി, ഈ വീടിനുള്ളിൽ ഇപ്പോൾ ഭർത്താവും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടോ? അതിന് അനീഷ പുറത്ത് നിൽക്കുമ്പോഴും അവരൊക്കെ വീടിനുള്ളിൽ ഉണ്ടോ? അവർ വീട്ടിൽ ആരുമില്ല. ഈ ഹസീന എത്തിയപ്പോഴേക്കും തന്നെ അവർ വീട് പൂട്ടി. അതായത് ഭർത്തൃപിതാവായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. ഇവർ എത്തിയപ്പോൾ തന്നെ വീട് പൂട്ടി അദ്ദേഹം പുറത്തേക്ക് പോയി. ഒപ്പം ഭർത്താവ് പുതിയ ഭാര്യയോടൊപ്പം ഭാര്യയുടെ മറ്റൊരു സഹോദരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അയാൾ ഇവിടേക്ക് വരാറുമില്ല. ഇവിടെ മറ്റ് ഈ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനും ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നു. അവരും ഈ വീട്ടിൽ നിന്നും മാറി മറ്റൊരിടത്തേക്ക് പോയി ഇരിക്കുകയാണ്. അതായത് ഒരാഴ്ചയിലധികമായി വീട്ടിൽ ആരും ഇല്ലാത്ത ഒരു സാഹചര്യം. ഈ യുവതിയും മകനും ഒപ്പം അവരുടെ അമ്മയും ഇപ്പോൾ താൽക്കാലികമായി സഹായത്തിനുണ്ട്. ഇവരല്ലാതെ വേറെ ആരും വീട്ടിലില്ല. നമ്മൾ ഈ ഭർത്താവിൻ്റെ പിതാവിനോടൊക്കെ സംസാരിച്ചപ്പോഴും ഒരു അനുകൂലമായ നിലപാട് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഈ യുവതി പറഞ്ഞ രീതിയിൽ 42 പവൻ്റെ സ്വർണ്ണാഭരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ പണമൊന്നും വാങ്ങിയല്ല വിവാഹം കഴിച്ചത്. ഈ പൂർണ്ണമായും ഇവരോടൊപ്പം ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് മകനുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പുകൾക്കും തയ്യാറല്ല. അവരെത്ര നാൾ വേണേലും വരാന്തയിൽ കഴിഞ്ഞോട്ടെ, വീട് തുറന്നു നൽകാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അയാൾ പറയുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കോഴിക്കോടാണ് ഈ ദുരവസ്ഥ. ഒരു യുവതിക്കാണ് കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് കൂടി ഭർത്ത വീട്ടിൽ നിന്നും ഈ പീഡനം സഹിക്കേണ്ടി വരുന്നത്. വീടിന് പുറത്ത് ഇപ്പോഴും കഴിയാണ്, വരാന്തയിൽ കഴിയേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത്. എന്തായാലും ആ കുടുംബത്തിൻ്റെ, ഭർത്തൃ വീടും കുടുംബത്തിൻ്റെ അടക്കമുള്ള പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.